സമുദ്രത്തിൻ്റെ വെളിച്ചത്തിന് പോലും എത്തിച്ചേരാനാകാത്ത ആഴങ്ങളിൽ കാലഘട്ടങ്ങൾ കടന്നുപോയ ചില ജീവികൾ ഇന്നും ജീവിച്ചിരിക്കാമെന്നൊരു വിശ്വാസമുണ്ട്. അതേപോലെ ഒന്നാണ് ലെവിയത്താൻ. ലെവിയത്താൻ എന്നത് ഒരുപാട് പുരാതന ഗ്രന്ഥങ്ങളിലും വിശ്വാസങ്ങളിലും പ്രത്യക്ഷപ്പെടുന്ന സമുദ്രത്തിലെ ഒരു ഭീകരജീവിയാണ്. ഈ പേരിൻ്റെ ഉറവിടം ഹിബ്രു ഭാഷയിൽ ലിവ്യാത്താൻ എന്ന വാക്കിലാണ്. അതിൻ്റെ അർത്ഥം മറഞ്ഞിരിക്കുന്ന ഭീകരനെന്നും വലിച്ചിഴയ്ക്കുന്ന ജീവിയെന്നും പറയപ്പെടുന്നു. വിശുദ്ധ ബൈബിളിൽ ഇയ്യോബിൻ്റെ പുസ്തകം 41-ാം അധ്യായത്തിൽ അത് ഒരു കടൽ ഭീകരനും ദൈവത്തിൻ്റെ സൃഷ്ടിശക്തിയുടെ പ്രതീകവുമായാണ് പറയപ്പെടുന്നത്. എന്നാൽ സങ്കീർത്തനങ്ങൾ 74-ാം അധ്യായത്തിൽ ലേവ്യാത്തൻ ഒരു ബഹുതലയുള്ള കടൽ സർപ്പമായി പ്രത്യക്ഷപ്പെടുന്നു. അതിനെ ദൈവം കൊന്ന് മരുഭൂമിയിൽ എബ്രായർക്ക് ഭക്ഷണമായി നൽകുന്നു. ബാബിലോണിയൻ പുരാണത്തിൽ ലേവ്യാത്തനെ തിയാമത്ത് എന്ന ആദിമ സമുദ്ര ദൈവവുമായി ബന്ധിപ്പിക്കുന്നു. ഹിന്ദു പുരാണങ്ങളിൽ വരെ സമുദ്രത്തിൽ നിന്നുള്ള ഭീകരജീവികളുടെ തുല്യരൂപങ്ങൾ നമ്മൾ കാണാറുണ്ട്. വാസുകി, കൂർമാവതാരം എന്നിവയിൽ ഇതിൻ്റെ പ്രതിഫലനം കാണാം. ലെവിയാത്തൻ ഒരു ശാസ്ത്രീയ സത്യമാണോ, അല്ലെങ്കിൽ പഴയ വിശ്വാസങ്ങളിൽ ആഴപ്പെട്ടു നിന്നുള്ള ഭയമാണോ? അതിനുത്തരം നമ്മൾ ഇന്നും തേടിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ലെവിയത്താൻ എന്നും ജീവിക്കുകയാണ് നമ്മളുടെ മനസ്സിൽ. ഭീതി ഉളവാക്കുന്ന ഒരു രൂപത്തിൽ. സമുദ്രം ഒരു നിഗൂഢതയാണ്. നമ്മൾ നോക്കുന്ന അത്രയും അത് കൂടുതൽ അഗാധമായിക്കൊണ്ടേയിരിക്കും.